ചാവ ഛത്രപതി സംഭാജി എന്നൊരു മഹാനായ രാജാവിന്റെ കഥ. നമ്മൾ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ രാജാവിനെ തൊഴുതാൻ തോന്നും. നമ്മൾ അഭിമാനിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു രാജാവ് ഉണ്ടായി എന്ന് ഓർത്തിട്ട്. നമ്മൾ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച കഥകൾ കുറെ കേട്ടില്ലേ? അതേപോലെ തന്നെ മറാഠീസിന് വേണ്ടി വേദന സഹിച്ച് സാക്രിഫൈസ് ചെയ്ത ഒരു ധീരനായ രാജാവാണ് ഈ സംഭാജി. എങ്ങനെയാണ് ഈ രാജാവിനെ പറ്റി കൂടുതൽ പറയേണ്ടതല്ല, അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വിറ്റ്നസ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർക്കും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്യില്ല. അതെന്റെ ഒരു വാക്കാണ്. അതിന് ക്ഷമ വേണം. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ബോർ അടിക്കുന്ന കുറെ നിമിഷങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന ഇമോഷൻ, ഈ പറയുന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം അവസാനത്തെ 45 മിനിറ്റ് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, അവസാനത്തെ 45 മിനിറ്റ് വേണ്ടി സിനിമ കാണണം? യെസ്, കാണാൻ പോണം. ആ ഒരു അവസാന 40 മിനിറ്റ് നമ്മൾ അത്രയും നേരം കണ്ടതിന്റെ ആ കംപ്ലീറ്റ് കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കണം. അതെന്റെ ഒരു വാക്കാണ്. കുറച്ചും കൂടെ ഫോക്കസ് ആ ഒരു സ്ക്രീൻ പ്ലേയിൽ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പ് അല്ലെങ്കിൽ എൻഗേജിങ് ആയി മാറിയ ഒരു ഇതിന്റെ സ്ക്രീൻ പ്ലേ. ലക്ഷ്മൺ ഉത്തേക്കർ ഡയറക്ഷൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഫീൽ ചെയ്തോളൂ. പക്ഷേ എന്റർടൈൻമെന്റ് സിനിമയിൽ നിന്ന് ഈ ഒരു ഗിയർ ചേഞ്ച് ഭയങ്കര കമന്റബിൾ വർക്ക് ആയിട്ട് ഫീൽ ചെയ്തു. ലക്ഷ്മൺ ഉത്തേക്കറിന്റെ വിഷനും ലിമിറ്റഡ് ആയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വിക്കി കൗശൽ പറയുന്നുണ്ട്, നമുക്ക് ആർമി മാത്രം കിട്ടിയാൽ പോരാ, നമുക്കൊരു സ്ട്രാറ്റജി വേണമെന്ന്. ആ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ മീഡിയോക്കർ ആയിട്ടാണ്. ആ ഒരു കുറെ മൊമെന്റുകൾ, ആ ഒരു സീക്വൻസ് കുറച്ചും കൂടെ രസകരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒന്നായിരുന്നു. എഡിറ്റിംഗ് അത്രയും രസമായിട്ട് ഫീൽ ചെയ്തില്ല. വിഷ്വൽസ് ആപ്റ്റ് ആയിരുന്നു. പിന്നെ സംഭാജിയുടെ റോള് ചെയ്ത വിക്കി കൗശൽ എന്ത് അഭിനയായിരുന്നു! ഒട്ടുക്കത്തെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും സിംഹത്തെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഗർജനയും എല്ലാം കാണൂലേ, അമ്മാതിരി ഫീലാണ് കിട്ടിയത്. ഒട്ടുക്കത്തെ കാലിബർ ആക്ടറിന് എന്തായാലും ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് വിക്കി കൗശൽ തൂക്കുന്ന ഉറപ്പാണ്. അതേപോലെ തന്നെ അക്ഷയ് ഖന്ന എന്തോന്ന് സ്ക്രീൻ പ്രസൻസ്, അത്രയും ഒന്നും പെർഫോം ചെയ്യാനില്ല, പക്ഷേ ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി അത് വേറെ ലെവലായിരുന്നു. ശരിക്കും ഔറംഗസേബ് ആ സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടാം. അത്രയും നമുക്ക് ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ, നമുക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെറർ വൈബ് അടിക്കും. ഇനിയും നല്ല നല്ല റോൾസ് ആക്ടറിന് കൊടുക്കേണ്ടത് തന്നെയാണ്. രശ്മിക മന്ദന വിക്കി കൗശലിന്റെ വൈഫിന്റെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ വിനീത് കുമാറും വിക്കി കൗശലിന്റെ കൂടെ തന്നെ ക്ലൈമാക്സിൽ ഹാർട്ട് ടച്ചിങ് മൊമെന്റ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ ദിവ്യദത്ത ഉള്ള സീൻസിൽ നന്നായിരുന്നു. റെസ്റ്റ് ഓഫ് ദ കാസ്റ്റും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, സെറ്റ് ഡിസൈൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇവരൊക്കെ വഹിച്ചിരിക്കുന്ന പങ്ക് വേറെ വേറെ ലെവലായിരുന്നു. ശരിക്കും ആ ഒരു പീരീഡ്, ആ ഒരു കാലഘട്ടം വണ്ടർഫുള്ളി ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടീമിനെയാണ് ലക്ഷ്മൺ ഉത്തേക്കർ യുണൈറ്റ് ചെയ്തിരിക്കുന്നത്. AR റഹ്മാന്റെ മ്യൂസിക് നമുക്ക് ശരിക്കും ഒരു ഡിപ്രഷന്റെ വക്കിൽ വരുത്തിക്കും. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ AR റഹ്മാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജിന്ദാ രഹേ എന്നൊരു പാട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ കൊള്ളും. സിനിമ നമ്മൾ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നമുക്കൊരു വേദനയായിരിക്കും, വിങ്ങലായിരിക്കും. സോ ടിഷ്യൂവും ഒക്കെ ആയിട്ട് വേണം തിയേറ്ററിൽ പോകാൻ. ഓവറോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കാണേണ്ട ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമയാണ് ചാവ.